ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണസദ്യയുടെ രുചി കൂട്ടാൻ നാവിൽ വെള്ളമൂറുന്ന രുചിയിൽ ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒട്ടും കയ്പില്ലാത്ത നല്ലൊരു മധുര നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇത് സദ്യക്കൊപ്പം മാത്രമല്ല, ബിരിയാണി, നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ് എന്നിങ്ങനെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മധുര നാരങ്ങ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 3/4 കിലോ ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ നാരങ്ങ നമുക്ക് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇതൊരുപാട് അങ്ങോട്ട് വെന്ത് പോകാൻ പാടില്ല. ഇതിൻ്റെ തൊലി ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത നാരങ്ങ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. വെള്ളത്തിലേക്ക് നാരങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ഈ നാരങ്ങ ഒരു 5 മിനിറ്റ് നേരം വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക. ഇത് വെന്ത് പോകാൻ പാടില്ല. ഈ നാരങ്ങയുടെ കയ്പ്പ് രസം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. 5 മിനിറ്റിന് ശേഷം ഈ നാരങ്ങ ഈ വെള്ളത്തിൽ നിന്നും എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ നാരങ്ങ മുഴുവനും ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നാരങ്ങ ചൂടാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും 2 ഏലക്കയും ചേർത്ത് കൊടുക്കുക. ഏലക്ക കൂടി പോവരുത് കേട്ടോ, ഒരു 2 എണ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ കടുകെല്ലാം നല്ലതുപോലെ ഒന്ന് പൊട്ടി വരണം. നമ്മൾ ആദ്യമേ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കടുക് പെട്ടെന്ന് തന്നെ പൊട്ടിക്കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് എല്ലാം ഒന്ന് ചൂടായതിന് ശേഷം കടുക് ചേർത്ത് കൊടുത്തിട്ട് പൊട്ടിച്ചെടുക്കുന്നത്. ഇപ്പോൾ കടുകെല്ലാം പൊട്ടിയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത്. നമ്മളിവിടെ മധുര നാരങ്ങ അച്ചാറാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അച്ചാറിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ വലിയ 5 അച്ച് ശർക്കരയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഈ ശർക്കര പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. ഇപ്പോൾ ശർക്കര നല്ലതുപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇപ്പോൾ നമ്മുടെ നാരങ്ങ നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഈ നാരങ്ങയിലെ വെള്ളം ഒരു വൃത്തിയുള്ള കിച്ചൺ ടവൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി കൊണ്ടോ തുടച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ ഈ നാരങ്ങയിലെ വെള്ളം മുഴുവനായിട്ടും തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ നാരങ്ങ ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലെ കുരു മുഴുവനായിട്ടും കളഞ്ഞെടുക്കുക. നമ്മൾ ഈ നാരങ്ങ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുരു ഉണ്ടായാലേ അത് അരഞ്ഞു പോകുള്ളൂ. കുരു അരഞ്ഞു പോയാൽ അറിയാലോ, നമ്മുടെ അച്ചാറിന് നല്ല കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നാരങ്ങയിലെ കുരു മുഴുവനായിട്ടും കളഞ്ഞെടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഈ നാരങ്ങ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ട് അതിലെ കുരു മുഴുവനായിട്ടും കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്തെടുത്ത നാരങ്ങ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈൻ പൗഡർ ആക്കാതെ ചെറിയ തരിയോട് കൂടിയിട്ടൊന്ന് പൊടിച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ ചെറിയ തരിയോട് കൂടിയിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് മറ്റൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത നാരങ്ങയിൽ നിന്നും പകുതി ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ പൾസ് ബട്ടൺ അമർത്തിയിട്ട് ഈ നാരങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. കണ്ടോ, ഇതിൽ നാരങ്ങയുടെ തൊലി ചെറിയ ചെറിയ പീസായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ക്രഷ് ചെയ്തെടുക്കാൻ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളതും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ നമ്മളെടുത്ത നാരങ്ങ മുഴുവനായിട്ടും ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അച്ചാർ ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് മിക്സ് കഴുകിയ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു ഉരുളിയോ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക.
ഇനി ഈ ഉരുളി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നാൽ പിന്നെ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് 1/2 കപ്പ് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഇഞ്ചിയിലെ വെള്ളത്തിൻ്റെ അംശം മുഴുവനായിട്ടും പോയിട്ട് ഈ ഇഞ്ചി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഈ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 5-6 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളകിലെയും വെള്ളത്തിൻ്റെ അംശം മുഴുവനായിട്ടും കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഈ ഇഞ്ചിയിലെയും പച്ചമുളകിലെയും വെള്ളത്തിൻ്റെ അംശം മുഴുവനായിട്ടും പോയി കിട്ടിയിട്ട് ഇഞ്ചി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത നാരങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി ഈ നാരങ്ങ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഈ നാരങ്ങ നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് രുചിച്ച് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കരപ്പാനി ഇല്ലേ, അതൊരു സ്ട്രെയിനറിലൂടെ ഇതുപോലെ അരിച്ച് ചേർത്ത് കൊടുക്കുക. ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാകും, അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിച്ച് ചേർക്കുന്നത്. കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരപ്പൊടി നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് ഈ നാരങ്ങയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് ഇതുപോലെ ശർക്കരപ്പാനി ആക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് ഈ നാരങ്ങ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ തിളക്കട്ടെ. അപ്പോഴേക്കും ഈ നാരങ്ങയിൽ മധുരമൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിൽ നേരത്തെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് മധുര നാരങ്ങ അച്ചാറായതുകൊണ്ട് ഇതിൽ എരിവും പുളിയും മധുരവും ഉപ്പും ഒന്നും കൂടി പോകാൻ പാടില്ല. എല്ലാം കൃത്യമായി ബാലൻസ് ചെയ്ത് തന്നെ ഇരിക്കണം. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പൊടികളുടെ ആ റോട്ടേഴ്സ് മാറുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മളിത് 1 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗർ, അതായത് സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്കിത് 1 മാസമൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ മതിയെങ്കിൽ അപ്പോൾ ഇതിലേക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. വിനീഗർ ഒഴിച്ച് കൊടുത്തതിന് ശേഷവും നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. ഇപ്പോൾ ഈ അച്ചാർ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുരുമുളകും ഉലുവയും കടുകും കൂടി പൊടിച്ച് വെച്ചില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മുടെ അച്ചാർ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലും കൂടുതൽ തിക്കാക്കി എടുക്കണ്ട. ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. കാരണം ഇത് ചൂടാറിയിട്ട് വരുമ്പോൾ ഇതൊന്നും കൂടി തിക്കായിട്ട് വരും. ഇനി ഇതിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൽ ലാസ്റ്റ് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അപ്പോൾ എരിവും പുളിയും മധുരവും കൂടി ചേർന്ന നല്ലൊരു മധുര നാരങ്ങ അച്ചാറാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചൂടാറി വന്നതിന് ശേഷം വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്ത ഗ്ലാസിൻ്റെ ജാറുകളിലോ അല്ലെങ്കിൽ ഭരണികളിലോ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക. കണ്ടോ, നമ്മുടെ ഈ അച്ചാർ ചൂടാറി വന്നപ്പോൾ ഒന്നും കൂടി തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്ത ഗ്ലാസിൻ്റെ ജാറുകളിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. അതുപോലെ അച്ചാർ എടുക്കുന്ന സ്പൂണിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ ഈ അച്ചാർ പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുര നാരങ്ങ അച്ചാറാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മധുര നാരങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്